ഒരിക്കൽ നാരദമുനി ഭഗവാൻ വിഷ്ണുവിനോട് ചോദിച്ചു, ആരാണ് അങ്ങയുടെ പ്രിയപ്പെട്ട ഭക്തൻ എന്ന്. സ്വന്തം പേര് പ്രതീക്ഷിച്ച് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് അദ്ദേഹത്തിന് ലഭിച്ച ഉത്തരം ഭൂമിയിലെ ഒരു കർഷകൻ എന്നായിരുന്നു. അത് അദ്ദേഹത്തെ നിരാശനും അസ്വസ്ഥനുമാക്കി. ഉടൻ തന്നെ അദ്ദേഹം ഭൂമിയിൽ ചെന്ന് കർഷകനെ നിരീക്ഷിക്കാൻ ആരംഭിച്ചു. എന്നാൽ ദിവസത്തിൽ 2 തവണ, അതായത് രാവിലെ ഉറക്കമുണരുമ്പോഴും രാത്രി ഉറങ്ങുന്നതിനു മുൻപും മാത്രമാണ് കർഷകൻ ഭഗവാനെ പ്രാർത്ഥിക്കുന്നുള്ളൂ, നാമം ജപിക്കുന്നുള്ളൂ എന്ന് മനസ്സിലാക്കി. നാരദൻ ഭഗവാന്റെ അടുത്തേക്ക് മടങ്ങിച്ചെന്ന് പരിഭവം പറഞ്ഞു, ഭഗവാനെ, ഞാൻ അങ്ങയുടെ നാമം രാവും പകലും ജപിക്കുന്നു. എന്നാൽ കർഷകനാകട്ടെ ദിവസത്തിൽ 2 തവണ മാത്രം. എന്നിട്ടും എന്തുകൊണ്ടാണ് കർഷകൻ എന്നേക്കാൾ മികച്ചത് എന്ന് ഭഗവാൻ പറഞ്ഞത്? ഭഗവാൻ പറഞ്ഞു, നാരദ, ഉത്തരം ഞാൻ പറയാം. അതിനു മുൻപ് ഒരു ജോലി എനിക്കായി ചെയ്യുക. ഈ പാത്രം നിറയെ എണ്ണയുണ്ട്. ഒരു തുള്ളി പോലും വീഴ്ത്താതെ ലോകം ചുറ്റിവരൂ. നാരദൻ തനിക്ക് ലഭിച്ച ജോലി ഭംഗിയായി പൂർത്തിയാക്കി തിരിച്ചു വന്നു. അഭിമാനത്തോടെ നിന്നു. ഭഗവാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഞാൻ പറഞ്ഞ ജോലി ഭംഗിയായി പൂർത്തിയാക്കി. എന്നാൽ ഈ ജോലിക്കിടെ എത്ര തവണ എൻ്റെ നാമം ജപിച്ചു? നാരദമുനി പറഞ്ഞു, ഒരിക്കൽ പോലും ജപിച്ചില്ല. കാരണം ഈ ജോലി ഭംഗിയായി പൂർത്തിയാക്കുന്നതിലായിരുന്നു എൻ്റെ ശ്രദ്ധ. ഭഗവാൻ പറഞ്ഞു, കർഷകൻ തൻ്റെ ജോലി ചെയ്യുന്നു. കർഷകന്റെ മഹത്വം എന്തെന്നാൽ സ്വന്തം കടമകൾ ഭംഗിയായി നിർവഹിക്കുന്നു, ജോലികൾ ആത്മാർത്ഥമായി ചെയ്യുന്നു. അപ്പോഴും അവൻ എന്നെ ആത്മാർത്ഥമായും നിസ്വാർത്ഥമായും ഓർക്കുന്നു എന്നതാണ്. ഉത്തരവാദിത്വങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ജീവിതത്തിൽ നമ്മുടെ കടമകളും ഉത്തരവാദിത്വങ്ങളും സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും ചെയ്യുക. അതും ഒരു ആരാധനാ രീതിയാണ്. ഒരാളുടെ ഉത്തരവാദിത്തങ്ങളെ അവഗണിക്കുന്നതിലൂടെ ഭക്തി ഉണ്ടാകുന്നില്ല.